മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അബായ, ഹിജാബ്, നിക്കാബ് എല്ലാം ഇടുന്നവരോട് കൂടുതൽ ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുമാണ്. എന്നെ കണ്ടാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഉസ്താദിൻ്റെ ഭാര്യയാണോ അല്ലെങ്കിൽ ഉപ്പ ഉസ്താദാണോ എന്ന് കൂടുതൽ ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അവരോട് ഞാൻ പറയാറുള്ളത്, ഉസ്താദിൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും മാത്രമുള്ളതല്ല, എല്ലാ മുഅ്മിനായ സ്ത്രീകൾക്കും പറഞ്ഞിട്ടുള്ള വസ്ത്രമാണ് അബായ, ഹിജാബ്, നിക്കാബ്. പിന്നെ ചോദിക്കുന്ന ചോദ്യം, നിക്കാബ് ഇടുമ്പോൾ ശ്വാസം കിട്ടുന്നുണ്ടോ എന്നാണ്. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, നമ്മൾ കൊറോണ കാലം വന്ന സമയത്ത് മാസ്ക് ധരിച്ച ആളുകളാണ് നമ്മൾ. അന്ന് നിങ്ങൾക്ക് ശ്വാസം കിട്ടിയിട്ടില്ലേ? പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അന്ന് മാസ്ക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ നിക്കാബ് എന്ന് പറയുന്നത് മാസ്ക് പോലെയുമല്ല. മാസ്ക് എന്ന് പറയുന്നത് മൂക്കും വായയും അടച്ചു വെക്കുക. നിക്കാബ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ്. ശ്വാസം എടുക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല. അതുപോലെ വേറെ ഒരു ചോദ്യം കൂടി ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്ന ചോദ്യം, വീട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കലുണ്ട്. അത് അറിയാത്തത് കൊണ്ടാവും അങ്ങനെ ചോദിക്കുന്നത്, അവർക്കറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിന് ഞാൻ മറുപടി പറയാറുള്ളത്, വീട്ടിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഗൗണ്, മാക്സി എല്ലാം ധരിക്കലുണ്ട്. പുറത്തു പോകുമ്പോൾ അബായ, ഹിജാബ്, നിക്കാബ്, കൈ ഷോക്സ് എല്ലാം ധരിക്കും. പക്ഷേ വീട്ടിൽ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കും. ഫുൾ കൈയും അല്ലെങ്കിൽ മുക്കാ കൈയും, അതുപോലെ തന്നെ നല്ല ലൂസുള്ള ഡ്രസ്സ്, ഇടുങ്ങിയ ഡ്രസ്സ് എനിക്കിഷ്ടമില്ല. എന്നിട്ട് വലിയ ഷോൾ കൊണ്ട് ഹിജാബ് കുത്തും വീട്ടിൽ. അതുപോലെ നമുക്ക് കുറച്ച് ബഹുമാനം കൊടുക്കേണ്ട ആളുകളുണ്ടാവും വീട്ടിൽ. അങ്ങനെയുള്ളവരുടെ മുന്നിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കും. അല്ലാത്ത സമയം എനിക്കിഷ്ടപ്പെട്ട എല്ലാ വസ്ത്രവും ധരിക്കും. അതുപോലെ എല്ലാവർക്കുമുള്ള കാഴ്ചപ്പാടാണ് ചുരിദാർ, ഗൗണ് എല്ലാം ഇട്ട് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടെന്താ, അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്. അവിടെ നമ്മുടെ കാഴ്ചപ്പാടാണ് തെറ്റ്. നമ്മൾ ഇടുന്ന ഡ്രസ്സ് അത് എല്ലാവരും കണ്ടാലേ നമുക്ക് സംതൃപ്തി കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിലാണ് തെറ്റ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. മറ്റുള്ളവർ കണ്ടിട്ട് നല്ല രസമുണ്ട് എന്ന് പറയണം. അങ്ങനെയുള്ള നമ്മുടെ ചിന്താഗതിയാണ് വ്യത്യാസം വരുന്നത്. വീട്ടിൽ ഞാൻ നിക്കാബ് ഒന്നും ഉപയോഗിക്കലില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, അബായ, ഹിജാബ്, നിക്കാബ് ഇടാൻ ആരാണ് നിർബന്ധിച്ചത്? ഭർത്താവ് പറഞ്ഞിട്ടാണോ എന്നെല്ലാം എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്. ഏതെങ്കിലും ഫംഗ്ഷൻ പോയാൽ മിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാ ഇപ്പോൾ തന്നെ മൂടി പുതച്ച് നടക്കുന്നത്? ആരെങ്ങനെ ഇടാൻ പറഞ്ഞത്? ഭർത്താവ് നിർബന്ധിച്ചിട്ടാ എന്നെല്ലാം ചോദിക്കും. അവരോട് ഞാൻ പറയൽ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ വസ്ത്രം ധരിക്കുന്നത്. എനിക്കിഷ്ടമാണ് അബായ, ഹിജാബ്, നിക്കാബ്. ഞാൻ ചെറുപ്പം മുതലേ ഇടാൻ ആഗ്രഹിച്ച വസ്ത്രമാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്കൊക്കെ മറ്റു കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.